ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പുലരിയെ എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം നൽകിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സമ്മാനം ഉപയോഗിച്ച് എന്നുള്ളതായ ഭാഗമാണ്. നൽകിയിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതിനു യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനു വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്നു അവനോട് പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്നതായ ഒരു വേദഭാഗമാണ്. ഇത് നാം ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ച് വരുന്നതായ ഒരു കാര്യമാണ്. ഈ ഒരു കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് വ്യത്യസ്ത തലം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഓരോ കൃപാവരങ്ങൾ അല്ലെങ്കിൽ താലന്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ താലന്തുകൾ നാം ദൈവ നാമ മഹത്വീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ആ ചിന്തയ്ക്ക് വളരെയധികം പ്രശസ്തിയുണ്ട്. തിരുവചനത്തിൽ പല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഉപമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഹൃദയത്തിൽ തട്ടുന്നതായ ഒരു കാര്യം അവസാനത്തെ വേദഭാഗം പറഞ്ഞിരിക്കുന്നതാണ് നാം വായിച്ചത്. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. വിശ്വസ്തനായ ദാസനെ, നീ നല്ലവനാണ്, നീ വിശ്വസ്തനാണ്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, എന്നാൽ നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും എന്നുള്ളതായ കർത്താവിന്റെ ആ ഒരു അരുളപ്പാട് നമുക്കറിയാം. നാം നമ്മെ നിയമിച്ചാക്കിയവനിൽ വിശ്വസ്തനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കഴിവുകളും സമ്മാനങ്ങളും ഉപയോഗിക്കേണ്ടതായ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ളതായ ഗിഫ്റ്റുകളല്ല ദൈവം നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ചിലവർക്ക് പാടാൻ അറിയാം, ചിലവർക്ക് പ്രസംഗിക്കുവാൻ അറിയാം, ചിലർക്ക് ദൈവവചനത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുവാൻ സാധിക്കും. അതിലും ഉപരിയായിട്ട് ചിലർക്ക് ഭാഷാപരം പല ജ്ഞാനം കർത്താവായ ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് നൽകിയിരിക്കുന്നുണ്ട്. ആ നമുക്ക് നൽകിയിരിക്കുന്നതായ ആ ഒരു താലന്ത്, ആ കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പരിശോധിച്ച് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് ദൈവനാമ മോത്തീകരണത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് എന്ത് വരമാണ് കർത്താവായ ദൈവം നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങ് അടിയങ്ങൾക്ക് നൽകിയതായി വരം അടിയൻ ഉപയോഗിക്കാൻ തക്കൊണ്ട് പോകുന്നു. അത് അതിന്റെ ഏറ്റവും മനോഹാരിതയിൽ തക്കവണ്ണം ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനെ സഹായിക്കുമാറാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ നമുക്കറിയാം പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്തും മറ്റവന് 2 താലന്തും പിന്നെ മൂന്നാമന് 1 താലന്തും അങ്ങനെ കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ യജമാനൻ യാത്ര പുറപ്പെട്ടു പോയി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-15 വാക്യം നാം വീണ്ടും പരിശോധിക്കുമ്പോൾ, തങ്ങളുടെ വരം ശ്രദ്ധാപൂർവം ഉപയോഗിച്ച ഭൃത്യന്മാർ അവ പെരുകുന്നതായിട്ട് കണ്ടെത്തി. 5 കൊടുത്തവൻ അത് 10 ഇരട്ടിപ്പിച്ചു, 2 കൊടുത്തവൻ അത് 4 1 ലഭിച്ചവൻ അവൻ ഉപയോഗിക്കാതെ അത് കുഴിച്ചിട്ടു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അവന് ആ 1 ലഭിച്ചവൻ അല്ലെങ്കിൽ ആ കുഴിച്ചിട്ടതായ വ്യക്തിയെ അവന് ദുഷ്ടനും മടിയനുമായ ദാസൻ എന്ന പദവി ലഭിച്ചു. വാക്യം 26 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റുകൾ അതെന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മോടല്ല, അത് നേരെ ദൈവത്തോടാണ് നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് ദൈവനാമ മോത്തീകരണത്തിന് വേണ്ടിയാണ്. അത് നാം അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നാം ഉപയോഗിച്ചാൽ ദൈവം നമ്മോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നാം വായിച്ചത് അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. മറ്റേ ആ കുഴിച്ചിട്ട ആ വ്യക്തി
അല്ലെങ്കിൽ അവന് എന്ത് സംഭവിച്ചു? അവനെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. നാം നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വരങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ടോ? ആ ഗിഫ്റ്റ്സ് നാം ഉപയോഗിക്കുന്നുണ്ടോ? സമ്മാനങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ടോ? അതും ദൈവനാമ മോചനത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ലഭിച്ച എല്ലാ ആത്മീയ വരങ്ങളും നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സമ്മാനങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാം. ഈ ഇന്നത്തെ പകൽക്കാലം നമുക്കത് ചിന്തയിലേക്ക് വെക്കാം. ദൈവമേ, അങ്ങ് അടിയങ്ങൾക്ക് നൽകിയതായ ദാനം എന്താണ്? വരം എന്താണ്? അത് അടിയനിൽ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടവരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ നല്ല വചനം ഉൾക്കൊണ്ടുകൊണ്ട് അടിയങ്ങൾക്ക് അങ്ങ് നൽകിയതായ ദാനങ്ങൾ നിമിത്തം കർത്താവെ, അത് അങ്ങയുടെ നാമമോത്തീരണത്തിന് വേണ്ടി തീരുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഉപയോഗിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതായ ഹെലൻ അന്ന ജോർജ്, ആ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പേര് നൽകിയിട്ടില്ലാത്തായ ഒരുപാട് കുഞ്ഞുങ്ങളും വ്യക്തികളും അടിയങ്ങൾക്കിടയിൽ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരിലും വേണ്ടുന്ന ഈ അനുഗ്രഹങ്ങളെ, ആത്മീയ വരങ്ങളെ, നിറവിനെ സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, അടിയങ്ങൾ പകൽക്കാലം പോകുവാനിരിക്കുന്ന എല്ലാ വഴികളിലും ജോലിയിലും കർത്താവിന്റെ കൃപ, ദൂതന്മാരുടെ കാവൽ സൂക്ഷിപ്പിലും വഴി നടത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭ ദിനത്തെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.